നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പതിനാറ് വർഷം മുമ്പുള്ള കാര്യം. നിന്റെ കുട്ടിക്കാലത്ത് പ്രണയകഥ പറയാനാണെങ്കിലേ കേൾക്കാനേ എനിക്ക് മനസ്സില്ല. എനിക്കെന്നല്ല, ആർക്കും താല്പര്യമില്ല. പോവല്ലേ, ഇതൊന്നും അല്ല. എന്റെ കാര്യമൊന്നും അല്ല, ഈ കുടുംബത്തിലെ വേറൊരാളുടെ കാര്യമാ. വേറൊരാളുടെ കാര്യം? ഇങ്ങനെ സസ്പെൻസ് ഇടാതെ എന്താന്ന് വെച്ചാ തുറന്നു പറയും. 16 വർഷങ്ങൾ മുൻപുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? 16 വർഷം മുമ്പ് എന്റെ അമ്മ മരിച്ചത്. ചോദ്യോത്തരം കളിക്കാതെ നീ കാര്യം എന്താന്ന് പറയടി. പറയാം. ഞാൻ മൊബൈലില് ഒരു മ്യൂസിക് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അത് കേട്ടോണ്ട് അമ്മ വന്നു. എന്നെ കൊല്ലാനുള്ള ദേഷ്യത്തിലായിരുന്നു. 16 വർഷം മുൻപ് കേട്ട മ്യൂസിക് ഓഫ് ചെയ്യടിന്ന് പറഞ്ഞ് എന്റെ കരുണക്കുറ്റിക്ക് ഒറ്റയടി. കണ്ണീന്ന് പൊന്നീച്ച പറക്കുമെന്നൊക്കെ നിങ്ങളൊക്കെ കേട്ടിട്ടല്ലേ ഉള്ളൂ. ഞാൻ കണ്ടു. എന്റെ കണ്ണീന്നേ ഒരു 10-15 പൊന്നീച്ച ഒന്നിച്ച് പറന്നു പോകുന്നത്. 16 വർഷം മുൻപ് അമ്മ കേട്ട മ്യൂസിക് ഞാൻ കേട്ടാൽ എന്താ കുഴപ്പം? എനിക്കത് അറിയണം. നിങ്ങൾ ആരെങ്കിലും അതെനിക്ക് പറഞ്ഞു തരണം. അതിനാ ഞാനിപ്പോ എല്ലാരെയും വിളിപ്പിച്ചത്. എന്തെങ്കിലും കാരണം ഉണ്ടാവും. അത് പുറത്തു പറയാൻ കൊള്ളാത്തതും ആവും. അതല്ലേ പ്രഭാവതി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നേ. അല്ല, 16 വർഷം മുമ്പുള്ള മ്യൂസിക് അല്ലേ, ഓൾഡ്. പഴയ മ്യൂസിക് ചേച്ചിക്ക് ഇഷ്ടമല്ല. ന്യൂജൻ പാട്ടുകളാ ചേച്ചിക്ക് ഇഷ്ടം അല്ലേ ചേച്ചി? അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്ത മ്യൂസിക് കേട്ടാ അമ്മ എല്ലാരെയും തല്ലുവോ? ആ, ചിലപ്പം. ഇതേ അതൊന്നും അല്ല. ചെറിയമ്മ പറഞ്ഞതുപോലെ പുറത്തു പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാരണം ഉണ്ടാവും. മ്യൂസിക് കേട്ടതിന് അമ്മ വന്ന് ഗാർഗിയുടെ കരണത്തടിച്ചെങ്കിൽ ആ മ്യൂസിക് അമ്മ ഇറിറ്റേറ്റ് ചെയ്യുന്നു എന്നർത്ഥം. ആ മ്യൂസിക്കിനോട് ഇറിറ്റേഷൻ തോന്നണമെങ്കിൽ അതിന് ഒരു കാരണം ഉണ്ടാവും. അതുറപ്പാ. ആ കാരണമാ എനിക്കറിയണ്ടേ. എനിക്കും അറിയണം. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയണം. വിശാൽ, പ്രഭാവതിയോട് തുറന്നു പറയാൻ പറയേ. അമ്മേ, എല്ലാവർക്കും അതറിയാൻ താല്പര്യമുണ്ട്. അമ്മ കാരണം പറയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.